ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പോൾ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ എംബി താത്ത വന്നത് കേട്ടോ. അങ്ങനത്തെ പഴം കൊണ്ട് വെണ്ണീർ പൂവനാണ് അവർ വീട്ടിലാദ്യമായിട്ട് ഉണ്ടായതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പം പിന്നെ ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കഴിച്ചപ്പം പിന്നെ എനിക്ക് അത് മധുരം കുറവാണ്. ഇത് സാധാരണ നമ്മൾ കറിവാഴക്കൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്, പച്ചക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ അവരിത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പഴുപ്പിച്ചതായിരുന്നു കേട്ടോ. പഴുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞു. ആ മധുരം കുറവായപ്പോൾ ഞാൻ ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കി, ഇത് പൊരിക്കാൻ പറ്റുമോ, അതായത് ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ ചീന്തിയെടുക്കാനൊക്കെ പറ്റിയൊരു പാകത്തിനുള്ളൊരു പഴുപ്പ്, നല്ല ഒരു ഇത് കേട്ടോ, ഒരു പ്രത്യേകത തോന്നി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ചത്തിരി മാവൊക്കെ എടുത്തിട്ട് നമ്മിങ്ങനെ പൊരിച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമ്മൾ. അപ്പോൾ ഞാൻ എന്തിനാ ഇത് ആ മാവ് ബാക്കിയുള്ളത് അവിടെ വെച്ചു. പിന്നെ വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് അപ്പോൾ രാവിലത്തെ മാവ് അങ്ങനെ പൊളിക്കാൻ വേണ്ടി അവിടെ വെച്ചും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതേ വൈകുന്നേരം മക്കളൊക്കെ വരാനായപ്പോൾ ഞാനിതിൻ്റെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ മധുരം ചേർക്കുമല്ലോ, ബാലൻസ് ചെയ്യാനുള്ള ഉപ്പിട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ശരിക്കും നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേ മാവ് ഞാൻ രാവിലെ കുറച്ചുണ്ടാക്കിയിട്ട് ഒരു പഴം പൊരിച്ച് നോക്കിയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു കഷ്ണം കടിച്ച് നോക്കിയപ്പം ഇതിനിങ്ങനെ മധുരം കുറവായിരിക്കും പഴുത്താലൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച മാവ് ഇതേ പുളിമാവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം ബേക്കിംഗ് സോഡ, കുറച്ച് സോഡാപ്പൊടി അങ്ങ് ചേർത്താൽ മതി, നുള്ളിൽ ചേർത്താൽ മതി, നല്ലതുപോലെ പൊങ്ങി വരും. പുളിമാവ് ചേർത്താൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല, ഈ മൈദപ്പൊടി മാത്രം ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല പഴംപൊരി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്, എങ്കിലും നല്ലതുപോലെ പൊങ്ങി നല്ല മാവയിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതേ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കിയെടുത്തിട്ടുള്ള ഈ ഓരോ കഷ്ണങ്ങളും ഇതിലേക്ക് മാവിലും മുക്കിയിട്ട് അങ്ങനെ പിന്നെ വെളിച്ചെണ്ണയിലിട്ട് കോരാട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല, നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിന്നുമ്പോൾ നമുക്കൊരു ടേസ്റ്റ്, മധുരം കുറവായിരിക്കും ഈ പഴത്തിന് പൊതുവേ. അപ്പോൾ നമ്മൾ സാധാരണ പൊരിച്ചപ്പോൾ തോന്നിയിട്ടോ, നേന്ത്രപ്പഴം പൊരിക്കുന്നതിൽ എളുപ്പമാണ്, നല്ലതും എന്താണെന്ന് വെച്ചാൽ അധികം വലിപ്പമല്ല, ഒരു പാകത്തെ വലിപ്പം കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ ചട്ടിയിലും പൊരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് പകുതി ആക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം വലിയതാക്കുമ്പോൾ നമുക്ക് പകുതി ആക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെയൊന്നും പ്രശ്നമില്ല, കുറച്ച് വെളിച്ചെണ്ണ തന്നെ നമുക്ക് മുക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനൊക്കെ. നല്ലതുപോലെ പൊങ്ങി വന്ന് കണ്ടോ. നമുക്ക് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഭാഗം പിന്നെ ഒരു അരിപ്പ തടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് അങ്ങനെ മറിക്കുമ്പോൾ വെളിച്ചെണ്ണ മേത്തുക്കും കണ്ണുക്കൊക്കെ തെറിച്ച് പോട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയൊക്കെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ റീയൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര നല്ലതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് പൊരിച്ചെടുക്കാൻ മാത്രമുള്ള വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ മുഴുവനും പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല പഴംപൊരി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ വൈകിട്ട് മക്കളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പഴം കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമുക്കിതുപോലെയുള്ള പഴംപൊരികൾ പിന്നെ തയ്യാറാക്കാവുന്നതാണ്. സാധാരണ പൂവൻ പഴം കിട്ടിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാൽ മതി. ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇത് വെച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, പഴംപൊരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തണുത്തതിന് ശേഷം ഞാൻ അല്പം തേനും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൊട്ട അയൽവക്കത്തുനിന്ന് അവരുണ്ടാക്കുന്ന തേനാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.